ഹലോ എവ്രി വൺ, എല്ലാവർക്കും സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് സിലബസിനകത്ത് അഞ്ചാമതായി വരുന്നതായ ഒരു മൊഡ്യൂളാണ് പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫി. ഒരുപാട് തിയറീസ് ഉള്ളൊരു മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇത് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു മൊഡ്യൂൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 പോപ്പുലേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയും അതുപോലെ തന്നെ പാർട്ട് 2 സെറ്റിൽമെൻറ്റ് ജോഗ്രഫിയുടെ ഒരു സ്റ്റഡിയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ജോഗ്രഫിയുടെ ഭാഗമാണ്. പാർട്ട് 1 പോപ്പുലേഷൻ ജോഗ്രഫിയുടെ ഭാഗമാണ്. പോപ്പുലേഷൻ ജോഗ്രഫിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കുകളെ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലയായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് പോപ്പുലേഷൻ ജോഗ്രഫി നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് പഠിക്കേണ്ടത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതായത് എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് സെക്സ് റേഷ്യോ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം ഡെൻസിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിയിൽ തന്നെ അരിതമെറ്റിക് ഡെൻസിറ്റി ഉണ്ട്, ഫിസിയോളജിക്കൽ ഉണ്ട്, അഗ്രികൾച്ചറൽ, എക്കണോമിക്, ന്യൂട്രീഷ്യസ് ഡെൻസിറ്റി, അങ്ങനെ പല തരത്തിലുള്ള ടൈപ്സ് ഓഫ് ഡെൻസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസ് ആണ്, ഓക്കെ, ഇതിൻ്റെ ഫോർമുലാസ് ആണ് പ്രധാനമായിട്ടും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞാൽ പോപ്പുലേഷൻ തിയറീസ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് മാൽറ്റ്യൂഷൻ ആൻഡ് ഡെമോഗ്രാഫിക് തിയറി. ഇത് രണ്ടും ഏറ്റവും കൂടുതലായിട്ടൊരു എക്സ്പ്ലനേഷൻ ടൈപ്പിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. ദെൻ മൈഗ്രേഷൻ തിയറീസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ഏരിയ ആണ് മൈഗ്രേഷൻ തിയറീസ്. ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പുട്ട് ഫോർവേഡ് ചെയ്ത വ്യക്തി ആരാണ്, ഇയർ ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ദെൻ ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി മെഷേഴ്സ്, പ്രധാനമായിട്ടും അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അത് എന്താണ്, ഇപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രൂഡ് ഡെത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ സെൻസസ് നോളേജ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് സെൻസസ് നോളേജ്. സെൻസസ് ഡാറ്റ കൃത്യമായിട്ട് 2011 സെൻസസ് കൃത്യമായി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു സ്കോർ ബൂസ്റ്റർ ആയിട്ട്, അതായത് എല്ലാ ചോദ്യ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് സെൻസസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടോ അതിലധികമോ ക്വസ്റ്റ്യൻസ് പല സമയത്തും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 6 to 8 മാർക്കിൻ്റെ ഉള്ളിൽ ഈ ഒരു സെൻസസിൻ്റെ മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് 2011 സെൻസസ്. ദെൻ പോപ്പുലേഷൻ പോളിസീസ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഏരിയ ആണ്. ഈ ഏരിയയ്ക്കകത്ത് നിന്നും ഏതിൽ നിന്നാണ് ചോദ്യം ചോദിക്കുക, എങ്ങനെയുള്ള ചോദ്യമാണ് ചോദിക്കുക എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോപ്പുലേഷൻ പോളിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും പഠിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ തിയറീസും ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി മെഷേഴ്സും ദെൻ അതുപോലെ തന്നെ മൈഗ്രേഷൻ തിയറീസ്, ഈ 3 മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന ഒന്നാണ് തിയറീസ് ഓഫ് പോപ്പുലേഷൻ. തിയറീസ് ഓഫ് പോപ്പുലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മാൽറ്റ്യൂഷൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1798 ഈ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ബ്രിട്ടീഷ് പ്രൊഫസർ ആയിട്ടുള്ള മാൽറ്റ്യൂസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും വെസ്റ്റ് യൂറോപ്യൻ കൺട്രീസിനെ ബേസ് ചെയ്ത് നടന്ന ഒരു സ്റ്റഡിയുടെ അനാലിസിസ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്റ്റഡി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട കോർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലേഷൻ വിൽ ഗ്രോ ജോമെട്രിക്കലി, ഫുഡ് പ്രൊഡക്ഷൻ വിൽ ഗ്രോ അരിതമെറ്റിക്കലി എന്നുള്ളതാണ് ഇതിൻ്റെ കോർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ദാറ്റ് മീൻ ഇദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൻ്റെ ഗ്രോത്ത് പാറ്റേൺ അനലൈസ് ചെയ്തത് ഈ 2 തരത്തിലാണ്. ഒന്ന്, പോപ്പുലേഷൻ ഗ്രോ ജോമെട്രിക്കലി. ഓക്കെ, പോപ്പുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 2, 4, 8 അങ്ങനെ ഡബിൾ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഫുഡ് സപ്ലൈ ആണെങ്കിലോ 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു അരിതമെറ്റിക്കൽ സെൻസിലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് സപ്ലൈക്ക് അനുസരിച്ചല്ല, മറിച്ച് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് വേൾഡിൽ നടക്കുന്നത്. ഈ പോപ്പുലേഷനും
ഫുഡിൻ്റെ പ്രൊഡക്ഷനും തമ്മിലുള്ള ഈ ഒരു വലിയ ഗ്യാപ്പ് ഒരുപാട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റീസിന് കാരണമാകും എന്നൊരു കോൺസെപ്റ്റാണ് മാൽത്യൂസ് അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന വേറെ രണ്ട് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് ഈസ് നെസസറി ആണ്. ഓക്കെ, അതേപോലെ തന്നെ പാഷൻ ബിറ്റ്വീൻ ദ സെക്സ് എന്ന് പറയുന്നതും നെസസറി ആണ് ആൻഡ് ഇറ്റ് വിൽ റിമൈൻ സെയിം എന്നുള്ളതാണ്. ഓക്കെ, കാലങ്ങൾ എത്ര മാറിക്കഴിഞ്ഞാലും ഈ രണ്ട് ആശയങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരില്ല. ഓക്കെ, ഒരു മനുഷ്യന് ഫുഡ് എന്ന് പറയുന്നത് വളരെയധികം നെസസറി ആണ്, അതുപോലെ തന്നെ പാഷൻ ബിറ്റ്വീൻ ടു സെക്സസ് നെസസറി ആൻഡ് റിമൈൻ സെയിം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നെസസിറ്റി ഉള്ളിടത്തോളം കാലം ഫുഡ് പ്രൊഡക്ഷൻ അരിതമെറ്റിക്കലിയും പോപ്പുലേഷൻ ജിയോമെട്രിക്കലിയും വളരുന്നത് ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു തിയറിയിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഫുഡ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ പോപ്പുലേഷനും തമ്മിൽ വരുന്ന ഇത്തരത്തിലുള്ള വലിയൊരു ഗ്യാപ്പിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേച്ചർ തന്നെ എന്ത് ചെയ്യും, ചില ചെക്സ്, ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ചെക്സ് മുന്നോട്ട് വയ്ക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള ചെക്സ് ആണുള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് ചെക്സും രണ്ടാമത്തത് പോസിറ്റീവ് ചെക്സുമാണ്. ഓക്കെ, പോസിറ്റീവ് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പോസിറ്റീവ് ചെക്കിൽ നടക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസീസ്, വാർ, നാച്ചുറൽ കലാമിറ്റീസ്, അങ്ങനെ ഡെത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്ന ചെക്കിനെ പോസിറ്റീവ് ചെക്ക് എന്ന് വിളിക്കുന്നു. ദെൻ ബർത്ത് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നതായ ചെക്സിനെ പ്രിവെൻറ്റീവ് ചെക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം ഡെത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പോസിറ്റീവ് ചെക്കാണ്, ബർത്ത് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റീവ് ചെക്സ് ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചെക്കിലാണ് നമ്മൾ പറഞ്ഞു ഡിസീസ് ആയിരിക്കാം, ഹങ്കർ ആയിരിക്കാം, വാർ ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പ്രിവെൻറ്റീവ് ചെക്കിൽ വരുന്നത് ഒരു ഡിലൈഡ് മാരേജോ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രിവെൻറ്റീവ് ചെക്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതാണ് മാൽത്യൂഷൻ തിയറി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മാൽത്യൂഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് 1929 വാരൻ തോംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇതിന് ശേഷം ഈ ഒരു തിയറിയെ കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യുകയും വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ സ്റ്റേജസ് ആയിട്ട് ഡിവിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തി ഫ്രാങ്ക് ഡബ്ല്യു നോട്ടസ്റ്റിൻ ആണ്. 1945 അദ്ദേഹം ഈ ഒരു തിയറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി പ്രധാനമായിട്ടും ഒരു മോർട്ടാലിറ്റി, ഫെർട്ടിലിറ്റി ആൻഡ് ഗ്രോത്ത് റേറ്റിൻ്റെ പാറ്റേണിനെ അനലൈസ് ചെയ്തുകൊണ്ട് വേൾഡിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്തിനെ 5 സ്റ്റേജസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 5 സ്റ്റേജസ്. നോട്ടസ്റ്റിനെ പോലെയുള്ള ആളുകൾ 4 സ്റ്റേജസ് ഒക്കെയാണ് പറയുന്നത്. ദെൻ CP ബ്ലേക്കറും പീറ്റർ കുക്കിനെ പോലെയുള്ള ആളുകളാണ് ഇതൊരു 5 സ്റ്റേജസ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 സ്റ്റേജ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹൈ സ്റ്റേഷനറി സ്റ്റേജ്, ദെൻ ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ്, ലേറ്റ് എക്സ്പാൻഡിങ് സ്റ്റേജ്, ലോ സ്റ്റേഷനറി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റേജ് ആണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ഹൈ സ്റ്റേഷനറി സ്റ്റേജ് ആണ്. ഹൈ സ്റ്റേഷനറി എന്ന് പറയുന്ന സമയത്ത് വളരെയധികം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ബർത്ത് റേറ്റ് വളരെയധികം ഹൈ ആയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അഗ്രികൾച്ചറൽ ഫീൽഡിൽ കൂടുതൽ ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടോ, അല്ലെങ്കിൽ ചില റിലീജിയസ് ബിലീഫ് കൊണ്ടോ, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിൻ്റെ അഭാവം കൊണ്ടോ ഒക്കെയാണ് ഇവിടെ ബർത്ത് റേറ്റ് കൂടുന്നത്. ദെൻ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റും ഇവിടെ ഹൈ ആണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹൈ ഡിസീസസ് ആയിരിക്കാം, അല്ലെങ്കിൽ പട്ടിണി ആയിരിക്കാം, ഹെൽത്ത് കെയറിൻ്റെ അഭാവമായിരിക്കാം. ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഡെത്ത് റേറ്റ്, ഈ സ്റ്റേജിലെ ഡെത്ത് റേറ്റിനെയും ബർത്ത് റേറ്റിനെയും ഹൈ ആക്കി വെക്കുന്നു. സോ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഹൈ സ്റ്റേഷനറി സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് മെജോറിറ്റിയും ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് വരുന്നത്. ഇവിടെ 35 per 1000 ആണ് മോർട്ടാലിറ്റി ആൻഡ് ഫെർട്ടിലിറ്റിയുടെ റേറ്റ് വരുന്നത്. ഓക്കെ, 35
പെർ 1000 എന്താണ് മോർട്ടാലിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി എക്സ്പാൻഡിങ് സ്റ്റേജ് ആണ്. ഇവിടെ ബർത്ത് റേറ്റും ഹൈ ആണ്, ഡെത്ത് റേറ്റ് ലോ ആണ്. ബർത്ത് റേറ്റ് ഹൈ ആയിട്ട് തന്നെ റിമൈൻ ചെയ്യുന്നു, ഡെത്ത് റേറ്റ് ചെറുതായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് ഏത് കൺട്രിയിലാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് സഹിതം നമ്മൾ ഈ ഗ്രാഫിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ലേറ്റ് എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു സ്ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, സ്ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ദെൻ ലോ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അതായത് ദാറ്റ് മീൻ ലോ സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ടൈമാണ്. ഇവിടെ ബർത്ത് റേറ്റും ലോ ആണ്, അതുപോലെ തന്നെ ഡെത്ത് റേറ്റും ലോ ആണ്. ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡിക്ലൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിക്ലൈനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇമേജ് നമുക്ക് കാണാം. ഡെത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, ബർത്ത് റേറ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഹൈ ആണ് എവിടെ വരുന്നത്, ഡെത്ത് റേറ്റിൽ വരുന്നത്. പോപ്പുലേഷൻ വളരെയധികം സ്ലോ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സോഷ്യലി ആൻഡ് കൾച്ചറലി ആളുകൾ അവെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഡിക്ലൈനിങ് സ്റ്റേജ്. ഇത് ശരിക്കും വളരെ മോഡേൺ ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഡിക്ലൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന തിയറിയാണ് സാഡ്ലറിൻ്റെ പോപ്പുലേഷൻ തിയറി. 1830 ദ ലോ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിലാണ് ഈ ഒരു തിയറി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിലെ പ്രധാനപ്പെട്ട കോർ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഫെർട്ടിലിറ്റിയും പോപ്പുലേഷൻ ഡെൻസിറ്റിയും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സാഡ്ലർ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നും ക്രൗഡഡ് കണ്ടീഷൻസ് റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ റെഡ്യൂസ് ചെയ്യുമെന്നും ഇത് പോപ്പുലേഷൻ ഗ്രോത്തിനെ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ചെയ്യും എന്നുമൊക്കെയുള്ള കുറേ കൺസെപ്റ്റുകളാണ് സാഡ്ലർ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ഹ്യൂമൻ ഫെർട്ടിലിറ്റി വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഹ്യൂമൻ ഡെൻസിറ്റിയും പോപ്പുലേഷനും ഇൻവേഴ്സ്ലി റിലേഷൻഷിപ്പാണ്. അപ്പോൾ പോപ്പുലേഷൻ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊരു കോൺസെപ്റ്റാണ് ഈ ഒരു തിയറി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോപ്പുലേഷൻ തിയറി ഓഫ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോയുടെ തിയറിയാണ്. 1817 പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മാൽത്യൂസിൻ്റെ പല കോൺസെപ്റ്റുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആ ഒരു കോൺസെപ്റ്റിനെ മാൽത്യൂസിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിനെ ഒരു വേജസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടും, അതായത് ഒരു എക്കണോമിക് ആൻഡ് പർപ്പസിലാണ്, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ നമുക്ക് തിയറി ഓഫ് റിക്കാർഡോ എന്ന് പറയുമ്പോൾ ഒരു നോർമേറ്റീവ് മോഡൽ ഓഫ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയ തിയറിയുടെ ഒരു കൺക്ലൂഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിക്കകത്ത് ലേബേഴ്സിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് ലേബറാണ് സാഹചര്യം. അപ്പം ലേബറിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കുന്ന വേതനങ്ങളിൽ വരുമാനം കൂടും അല്ലേ, വേജസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലേബർ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന വേജസ് ഇൻക്രീസ് ചെയ്യുന്നു. ഈ വേജസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഹയർ റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു ഇതാണ്, കുടുംബത്തിൽ ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ വരുമാനം കൂടും എന്നുള്ളൊരു കാഴ്ചപ്പാട് അന്നത്തെ ആളുകൾക്ക് മനസ്സിലുണ്ട്. ഓക്കെ, അപ്പം എണ്ണം കൂടുമ്പം ചെലവും കൂടും എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ പിന്നീടാണ് അത് ഒരു ഇതിലേക്ക് വരുന്നത്. പക്ഷേ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുടുംബത്തിൽ ഉണ്ടാവുന്ന വരുമാനം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പം അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ വേജസ് ഇൻക്രീസ് ചെയ്യുന്നു.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നു, അതോടുകൂടി വേജസ് ഡിക്രീസ് ചെയ്യുന്നു, ആൻഡ് അഗെയിൻ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഈ ഒരു കോമ്പണൻ്റ് ആണ്, ഈ വേജാണ്, വേതനമാണ്, ഒരു ലേബറിൻ്റെ വേതനമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെയും അത് ഡിക്ലൈൻ ചെയ്യുന്നതിനെയും സ്വാധീനിക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് റിക്കാർഡോയുടെ തിയറിക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിയറിയെ നോർമേറ്റീവ് മോഡൽ ഓഫ് മാർക്കറ്റ് സിസ്റ്റം എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും പോപ്പുലേഷൻ തിയറീസ്. ദെൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്സും അതിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ഫോർമുലാസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫോർമുലാസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ലൈവ് ബർത്ത് ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. ദെൻ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ലൈവ് ബേർത്ത്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വുമൺ ആണ്. അതും 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള വുമൺസിൻ്റെ നമ്പറാണ് നമ്മൾ എടുക്കുന്നത്, ഇൻറ്റു 1000 ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ലൈവ് ബേർത്ത് ടു വുമൺ ഇൻ ഏജ് ഗ്രൂപ്പ്, ഏത് പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, വുമൺ ഇൻ സെയിം ഏജ് ഗ്രൂപ്പ്, ഓക്കെ, ഇൻറ്റു 1000 ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ സിഗ്മ, അതുപോലെ തന്നെ അതായത് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഇൻറ്റു ഏജ് ഇൻ്റർവെല്ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ആണ്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനെ പ്രപ്പോർഷൻ ഓഫ് ഫീമെയിൽ ബേർഡ്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ആണ്. നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് കിട്ടണമെങ്കിൽ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിനെ ഫീമെയിൽ സർവൈവൽ റേറ്റ് ടു റിപ്രൊഡക്റ്റീവ് ഏജ് കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ചൈൽഡ് വുമൺ റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് പോപ്പുലേഷൻ ഓഫ് ചിൽഡ്രൻ ആണ്. ദാറ്റ് മീൻ 0 to 4 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള ചിൽഡ്രൻസിൻ്റെ പോപ്പുലേഷനാണ് നമ്മൾ എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ വുമൺ ഏജ്ഡ് 15 to 49 ആണ്. ഓക്കെ, 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ, ദെൻ 0 to 4 വയസ്സിന് ഇടയിലുള്ള കുട്ടികളുടെ എണ്ണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു 1000 ചെയ്തിട്ടാണ് ചൈൽഡ് വുമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡെത്ത് റേറ്റ് ആണ്. ക്രൂഡ് ഡെത്ത് റേറ്റ് CDR, ടോട്ടൽ ഡെത്ത്സ് ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000 ആണ്. ദെൻ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്, ഡെത്ത്സ് ഇൻ ഏജ് ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഓഫ് സെയിം ഏജ് ഗ്രൂപ്പ് ഇൻറ്റു 1000 ആണ്. ദെൻ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വരുന്നുണ്ട്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ 0 to 1 ഇയേഴ്സ് ഏജ് വരുന്ന ഇൻഫൻസ് എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കിന് ടോട്ടൽ ലൈവ് ബേർത്ത് ഇൻറ്റു 1000 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ജനിച്ച മുഴുവൻ കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഈ 0 to 1 ഇയേഴ്സിൻ്റെ ഇടയിൽ മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം കൊണ്ട് 1000 ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് അടുത്തത്. അതായത് ജനിച്ച് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ മരിച്ച കുട്ടികൾ ഡിവൈഡഡ് ബൈ ആ സമയത്ത് ടോട്ടൽ ലൈവ് ബേർത്ത് ഇൻറ്റു 1000 ആണ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഒരു വയസ്സിനും അതായത് ഒരു മാസത്തിനും 12 മാസത്തിനും ഇടയിലുള്ള കുട്ടികൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കെടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലൈവ് ബേർത്ത് എടുക്കുന്നു, ഇൻറ്റു 1000 ആണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഡെത്ത്സ് ഓഫ് 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, അതായത് ഇതൊക്കെ ടൈം ബേസ്ഡ് ആയിട്ടുള്ളൊരു കണക്കാണ്. ഓരോ വർഷത്തെ അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ ഇത്ര മാസത്തെ കണക്കുകളാണ്. ഡെത്ത്സ് ഓഫ് ചിൽഡ്രൻ അണ്ടർ 5 എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലൈവ് ബേർത്ത്. ഇപ്പോൾ ഒരു 1 ഇയർ ആണെങ്കിൽ ആ 1 ഇയറിൽ 5 വയസ്സിന് താഴെ എത്ര കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എത്ര ടോട്ടൽ ലൈവ് ബേർത്ത് ആ സമയത്ത് എത്ര എണ്ണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇൻറ്റു 1000 ചെയ്യുന്നു. ദെൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ആണ്. മെറ്റേണൽ ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലൈവ് ബേർത്ത് ഇൻറ്റു 1000 ആണ് ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോർമുലാസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈഗ്രേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമോ അല്ലെ, ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പെർമനൻ്റ് ആയിട്ടോ സെമി പെർമനൻ്റ് ആയിട്ടോ അവരുടെ റെസിഡൻസ് ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, മൈഗ്രേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? മൈഗ്രേഷനെ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എക്കണോമിക് മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ മൈഗ്രേഷൻ എന്ന് പറയുന്നു. ഓക്കെ, എക്കണോമിക് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ബെറ്റർ വേജിന് വേണ്ടിയിട്ടോ മറ്റോ നമ്മൾ ഈ ഒരു
നമ്മൾ താമസിക്കുന്നതായ സ്ഥലം മാറിപ്പോവുകയാണെങ്കിൽ അതിനെ എക്കണോമിക് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നു. സോഷ്യൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നില്ലെങ്കിൽ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫാമിലി സ്റ്റാറ്റസ്, ബെറ്റർ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലേ. ഇപ്പം കേരളത്തിലെ മെജോറിറ്റി യങ്സ്റ്റേഴ്സും വിദേശത്തേക്ക് പോവുകയാണ് എന്നൊരു ന്യൂസ് ഞാൻ കണ്ടു. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ആ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് അവർ പോവുകയാണ്. ദെൻ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്ന റിലീജൻ്റെ ഡൊമിനേഷൻ ഉള്ള സ്ഥലം ഏതാണോ അവിടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ടും ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്കണോമിക് മൈഗ്രേഷൻ ആൻഡ് സോഷ്യൽ മൈഗ്രേഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടി കഴിയും. ദെൻ ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻറ്റേർണൽ മൈഗ്രേഷനും എക്സ്റ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ മൈഗ്രേഷൻ വിത്തിൻ ദ കൺട്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈഗ്രേഷൻ നടക്കുകയാണെങ്കിൽ ഇതാണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ, എക്സ്റ്റേർണൽ ഓർ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇമിഗ്രൻ്റ് ആൻഡ് എമിഗ്രൻ്റ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് വരുന്നത്. ഇമിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിലേക്ക് വരുന്നതായിട്ടുള്ള ആൾ. ഓക്കെ, വേറൊരു രാജ്യത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് പെർമനൻ്റ് ഓർ സെമി പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്നതിന് വേണ്ടി വരുന്നതാണ് ഇമിഗ്രൻ്റ്. ഇൻ ടു എ കൺട്രിയാണ്. എമിഗ്രൻ്റ് എന്ന് പറയുമ്പം എക്സിറ്റ് എ കൺട്രിയാണ്. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുന്നതിനെയാണ് എമിഗ്രൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിറ്റ് എ കൺട്രിയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഓൺ ബേസിസ് ഓഫ് ടൈമിനെ അടിസ്ഥാനമാക്കിയിട്ട് പെർമനൻറ്റ് മൈഗ്രേഷൻ ഉണ്ട്, ടെമ്പററി മൈഗ്രേഷൻ ഉണ്ട്. ഓക്കെ, ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ പെർമനൻറ്റ് മൈഗ്രേഷൻ. ടെമ്പററി മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു തൊഴിലിന് വേണ്ടിയിട്ടൊക്കെ ഒരു മൈഗ്രേഷൻ നടക്കുകയാണെങ്കിൽ അത് ടെമ്പററി ആയിട്ടുള്ളൊരു മൈഗ്രേഷൻ ആയിരിക്കും. അവരുടെ വന്ന കാര്യം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് മൈഗ്രേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ മോഡലുകളിൽ ഏറ്റവും ആദ്യം ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റാവൻസ്റ്റീൻ്റെ 7 ലോസ് ഓഫ് മൈഗ്രേഷൻ ആണ്. 1885 ഇങ്ങനൊരു മൈഗ്രേഷൻ മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. പിന്നീട് വന്ന എല്ലാ മൈഗ്രേഷൻ മോഡലിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഈ റാവൻസ്റ്റീൻ്റെ 7 ലോസ് ഓഫ് മൈഗ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് അദ്ദേഹം ഈ ദ ലോസ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയുടെ ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, മോസ്റ്റ് ഓഫ് ദ മൈഗ്രൻസ് മൂവ് ഓൺലി ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ഓഫ് ദ മൈഗ്രൻസും വളരെ കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മൂവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കോൺസെപ്റ്റ്. 2, മൈഗ്രേഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുക. ഓക്കെ, ഇപ്പം റൂറലിൽ നിന്നും സ്റ്റെപ്പ് വൈസ് മൈഗ്രേഷൻ ആണ്. ചിലപ്പോൾ ഒറ്റ അടിക്ക് തന്നെ ഒരു ഇൻ്റർനാഷണൽ മൈഗ്രേഷനൊന്നും മെജോറിറ്റി ഓഫ് ദ ആളുകളും എന്ത് ചെയ്യില്ല, പ്ലാൻ ചെയ്യില്ല. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് വലിയ സ്ഥലങ്ങളിലേക്ക്, വലിയ അവസരങ്ങളിലേക്ക് പോയി എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തത്, പ്രധാനമായിട്ടും ഈ എക്കണോമിക്കൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തത്, എല്ലാ മേജർ മൈഗ്രേഷനും ഒരു കൗണ്ടർ മൈഗ്രേഷൻ ഉണ്ടാവും. ഓക്കെ, കൗണ്ടർ മൈഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഒരു പ്ലേസിൽ നിന്നും ഒരു മെജോറിറ്റി ആളുകളും എന്ത് ചെയ്തു, മറ്റൊരു സ്ഥലത്തേക്ക് പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ മൈഗ്രേറ്റ് ചെയ്തതിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും തിരിച്ച് അവർ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് കൗണ്ടർ മൈഗ്രേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അടുത്തത്, ഏറ്റവും കൂടുതലായിട്ട് മൈഗ്രേഷൻ നടക്കുന്നത് അല്ലേ, 5ാമത്തെ പോയിന്റ്, ഏറ്റവും കൂടുതലായിട്ട് ഈ മൈഗ്രേഷൻ നടക്കുന്നത് റൂറൽ ഏരിയയിൽ നിന്നും അർബൺ ഏരിയയിലായിരിക്കും. ഓക്കെ, റൂറൽ ഏരിയയിൽ, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിൽ മൈഗ്രേഷൻ ചെയ്യുന്നത് എന്ന് റാവൻസ്റ്റീൻ പറയുന്നു. ദെൻ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ ഫീമെയിൽസ് ഏറ്റവും കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ മൈഗ്രേഷനിൽ മെയിൽ തന്നെയാണ് ഡൊമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ മൈഗ്രേഷനിൽ എക്കണോമിക് ഡിഫറൻസസ് ഉള്ളതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ അടുത്തതാണ്,
എക്കണോമിക് ഫാക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ്റെ 90% റീസണും ഈ എക്കണോമിക് ഫാക്ടേഴ്സ് തന്നെ ആയിരിക്കും എന്നും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതാണ് 1940 സാമുവൽ എ സ്റ്റൗഫർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്റർവെനിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൽ കാണുന്നുണ്ട് സിറ്റി എ ആൻഡ് സിറ്റി ബി. ഓക്കെ, സിറ്റി എയിൽ നിന്നും സിറ്റി ബിയിലേക്ക് ഒരാൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇത് കൊച്ചിയാണ്, ദെൻ ഇത് ഡൽഹി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് ഒരാൾ യാത്ര ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ബെറ്റർ ലിവിങ് സ്റ്റൈലോ അല്ലെങ്കിൽ എക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, അയാൾക്ക് ഡൽഹിയിൽ എത്തുന്നതിന് മുന്നേ വെച്ച് തന്നെ ഇപ്പം മുംബൈയിലോ മറ്റോ വെച്ച് തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്തതായ എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു സെൻറ്റർ ഇടയിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻ്റർവീനിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സിറ്റി എയിൽ നിന്നും സിറ്റി ബിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഒരു 2000 രൂപ സാലറിക്കാണ് അങ്ങോട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ ആ 2000 റുപ്പീസിൻ്റെ സാലറി അതിന് മുന്നേയുള്ള സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം സിറ്റി ബിയിലേക്ക് പോവില്ല, മറിച്ച് ഈ ഇടയിലുള്ള പ്രദേശത്തേക്കായിരിക്കും പോവുക. ഇതിനാണ് നമ്മൾ ഇൻ്റർവെനിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് സ്റ്റൗഫർ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് കോമ്പീറ്റിംഗ് മൈഗ്രൻ്റ് മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കോമ്പീറ്റിംഗ് മൈഗ്രൻസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് മൈഗ്രേഷൻ, വളരെ നന്നായിട്ട് മൈഗ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ ടു ഡൽഹി. ഓക്കെ, കോവിഡ് സീസണിലൊക്കെ നമ്മൾ കണ്ടാണ് എത്രയും ആളുകളാണ് ഈ ഭാഗത്ത് തൊഴിലവസരങ്ങൾ അന്വേഷിച്ച് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി യഥാർത്ഥത്തിൽ മനസ്സിലായത് ആ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഈ കോമ്പീറ്റിംഗ് മൈഗ്രൻ്റ് മോഡൽ എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തുള്ള ജോബിന് വേണ്ടിയിട്ട് വരുന്ന മൈഗ്രൻസ് മുഴുവൻ കോമ്പറ്റീഷനിൽ ഏർപ്പെടുകയും ഇതിൽ വിജയിക്കുന്ന ആളുകൾ അവിടെ താമസിക്കുകയും ബാക്കിയുള്ള ആളുകൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് കോമ്പീറ്റിംഗ് മൈഗ്രൻ്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ആര് തന്നെയാണ്, സ്റ്റൗഫർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇൻ്റർവെനിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കോമ്പീറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടേഴ്സും ഉണ്ട്. ദെൻ അടുത്താണ് ഗ്രാവിറ്റി മോഡൽ ഓഫ് മൈഗ്രേഷൻ. ഓക്കെ, ഗ്രാവിറ്റി മോഡൽ ജോൺ കെ സ്റ്റുവർട്ട് ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1948 ഡെമോഗ്രാഫിക് ഗ്രാവിറ്റേഷൻ എവിഡൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന തൻ്റെ വർക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു തിയറിയെക്കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ന്യൂട്ടൻ്റെ ഒരു ലോനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രാവിറ്റി മോഡൽ ഓഫ് മൈഗ്രേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഇതൊരു സിറ്റിയാണ് എന്ന് വിചാരിക്കുക. സമീപത്തുള്ള 2 സിറ്റികളെ അപേക്ഷിച്ചും ഇത് വളരെയധികം വലുതാണ്. സോ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുകയാണ് എങ്ങനെയാണ്, മൈഗ്രേഷനെ ഡിഫൈൻ ചെയ്യുകയാണ് എങ്ങനെയാണ്, ഡിസ്റ്റൻസ് കുറയുമ്പോഴും മാസ് കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പോപ്പുലേഷൻ മൈഗ്രേഷൻ കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈഗ്രേഷൻ്റെ അളവ് കൂടും. ദെൻ അതേപോലെ തന്നെ സിറ്റിയുടെ വലിപ്പം, അർബൺ ഏരിയയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് മൈഗ്രേഷനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവും വർദ്ധിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഗ്രാവിറ്റേഷണൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചും ഒരു അർബൺ ഏരിയയുടെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും എന്ത് ചെയ്യുന്നു, അവിടേക്ക് മൈഗ്രേഷനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഗ്രാവിറ്റി മോഡൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, MI, അതായത് മൈഗ്രേഷൻ ഇൻഡെക്സ് ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതായത് 2 വേരിയബിൾസിനെ സ്വാധീനിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് നമ്പറിനെയാണ് നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ K ഇൻറ്റു P1 ഇൻറ്റു P2 ഡിവൈഡഡ് ബൈ D² ആണ്. ഇതിൽ P1 എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് 1ൻ്റെ പോപ്പുലേഷൻ സൈസും P2 എന്ന് പറയുന്നത് പോപ്പുലേഷൻ 2ൻ്റെ സെറ്റിൽമെൻറ്റ് സൈസും അതുപോലെ തന്നെ D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സെറ്റിൽമെൻറ്റ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൈഗ്രേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫേർട്ട്. ഇപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, കാരണം നമ്മളെ എല്ലാ മനുഷ്യന്മാരും ഈ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് എഫേർട്ട്. മനുഷ്യന്മാർ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക അവർ കുറച്ച് എഫേർട്ട് എടുക്കാവുന്നൊരു മേഖലയ്ക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ നോക്കുന്നതിനും സിനിമ കാണുന്നതിനുമൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയും അതേസമയം പഠിക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഇന്നേറ്റായിട്ട് തന്നെ എഫേർട്ട് കുറച്ച് ചെയ്യാവുന്ന പണികൾ എന്താണോ അത് ചെയ്യാനാണ് താല്പര്യം. ഓക്കെ, അപ്പം ആ ഒരു കോൺസെപ്റ്റിനെ അദ്ദേഹം ഒരു തിയറി ആയിട്ട്, ഒരു പ്രിൻസിപ്പിളായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത് 1949 ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഹ്യൂമൻ ബിഹേവിയറിനെ സംബന്ധിച്ചുള്ളൊരു കോൺസെപ്റ്റാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1949 ഇത് വരുന്നത്. ഇതിന് മുന്നേ തന്നെ പോപ്പുലേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാവിറ്റി ടൈപ്പ് ഇൻട്രാക്ഷൻ മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്വിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. 1946 P1 P2 ഡിവൈഡഡ് ബൈ ഡി മോഡൽ എന്നും കൂടി അത് വിളിക്കാറുണ്ട്. 1946 ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷേ ഈ ഗ്രാവിറ്റി ടൈപ്പ് ഇൻട്രാക്ഷൻ മോഡൽ അല്ലെങ്കിൽ P1 P2 ഡിവൈഡഡ് ബൈ ഡി മോഡലിന് ആവശ്യമായിട്ടുള്ളൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫേർട്ട് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇതേ ഒരു കോൺസെപ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു തിയറി ബിൽഡ് ചെയ്തിരിക്കുന്നത്, റാങ്ക് സൈസ് റൂൾ. അല്ലേ, അർബൻ പഠിക്കുന്ന സമയത്ത്, അർബൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് റാങ്ക് സൈസ് റൂള്. ഓക്കെ, അപ്പോൾ ആ റാങ്ക് സൈസ് റൂളിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതും ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ചുരുക്കത്തിൽ ഇത് പറയുന്നത് ഒരു മനുഷ്യൻ ഹ്യൂമൻ ചൂസ് ഓപ്ഷൻസ് ദാറ്റ് മിനിമൈസ് ദ എഫേർട്ട് എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ എഫേർട്ടിനെ മിനിമൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് മനുഷ്യൻ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ്. മൈഗ്രേഷൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെയാണോ സഞ്ചരിക്കാൻ കഴിയുന്നത്, എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെയാണോ നമുക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഒരു വേജ് കരസ്ഥമാക്കാൻ കഴിയുന്നത്, ആ ഒന്നിനെ ആയിരിക്കും, ആ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ആ ഒരു പോയിന്റിനെ ആയിരിക്കും ഹ്യൂമൻസ് ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത്. ദെൻ എവർ ടു ലീഡ് ഒരു മോഡൽ ഓഫ് മൈഗ്രേഷൻ ഉണ്ട്. തിയറി ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിലാണ് അദ്ദേഹം ജേർണൽ ഡെമോഗ്രാഫി ജേർണൽ 1966 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു. 1966 ഈ ഒരു മൈഗ്രേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതിനെ പുഷ് പുൾ തിയറി എന്നും കൂടി നമ്മൾ വിളിക്കാറുണ്ട്. പുഷ് പുൾ തിയറിയുടെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ് 4 കോമ്പണൻസ് ആണ് വരുന്നത്. പുഷ് ഫാക്ടർ ഉണ്ട്, പുൾ ഫാക്ടർ ഉണ്ട്, ഇന്റർവെനിങ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് പേഴ്സണൽ ഫാക്ടർ. ഈ 4 കാര്യങ്ങളാണ് മൈഗ്രേഷനെ സ്വാധീനിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, 4 ഫാക്ടേഴ്സ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് പുഷ് ഫാക്ടർ. അതായത് പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ ഒരു പ്ലേസിൽ നിന്നും, നമ്മൾ ഒറിജിനേറ്റ് ചെയ്ത പ്ലേസിൽ നിന്നും നമ്മളെ പറഞ്ഞയക്കാൻ തക്കതായ ഇത്തരത്തിലുള്ള പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് നമ്മൾ പുഷ് ഫാക്ടർ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുൾ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ളൊരു കാരണം. ഓക്കെ, അതൊരു ബെറ്റർ ജോബ് ആയിരിക്കാം, അവിടെയുള്ള സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആയിരിക്കാം, അവിടുത്തെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിരിക്കാം, റിലീജിയസ് ഓർ കൾച്ചറൽ ആയിട്ടുള്ള അവിടുത്തെ ഒരു യൂണിറ്റി ആയിരിക്കാം. ഇതൊക്കെയാണ് പുൾ ഫാക്ടർ എന്ന് പറയുന്നത്, അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥലത്ത് നിൽക്കാൻ അനുവദിക്കാത്ത നെഗറ്റീവ് ഫാക്ടേഴ്സാണ്. പുൾ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്യുന്നതായ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇന്റർവെനിങ് ഒബ്സ്റ്റക്കിൾ. ഇന്റർവെനിങ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കാം, എക്കണോമിക് ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കാം, പൊളിറ്റിക്കൽ ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കാം. ഓക്കെ, ഇപ്പം ഒരു വ്യക്തിക്ക് നെതർലാൻഡ്സിൽ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. അയാൾക്ക് ആ ജോലി കിട്ടി, ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ആ ജോലി കിട്ടി. പക്ഷേ അയാൾക്ക് എന്താണ് ഇൻ്റർവെനിങ് ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നത് എന്താ? അയാൾക്ക് ചിലപ്പം എക്കണോമിക് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, വിസയ്ക്കോ മറ്റോ ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അവിടേക്ക് പോയി ആദ്യം സെറ്റിൽഡ് ആവാൻ ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഇന്റർവെനിങ് ഒബ്സ്റ്റക്കിൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മൈഗ്രേഷന് ചിലപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് തടസ്സമായിരിക്കാം. എക്സ്ട്രീം കോൾഡ് സിറ്റുവേഷൻ, എക്സ്ട്രീം ടെമ്പറേച്ചർ, ഇതൊക്കെ തന്നെ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മൈഗ്രേഷൻ ചിലപ്പം കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി പേഴ്സണൽ ഫാക്ടറാണ്. പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഫാക്ടർ മൈഗ്രേഷനെ സ്വാധീനിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഏജ്, ഒരാളുടെ ജെൻഡർ, ഹെൽത്ത്, പേഴ്സണാലിറ്റി, ഇതൊക്കെ തന്നെ മൈഗ്രേഷനെ സ്വാധീനിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഏജ് ആൻഡ് ജെൻഡർ എന്ന് പറയുമ്പം ഫീമെയിൽസിന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഫീമെയിൽസ് എന്ത് ചെയ്യുള്ളൂ,
മൂവ് ചെയ്യുള്ളൂ, മൈഗ്രേറ്റ് ചെയ്യുള്ളൂ. അവർക്ക് സേഫ്റ്റി ഇല്ലാത്തതായ ഒരു സ്ഥലത്ത് റിസ്ക് എടുത്തിട്ട് പോകാൻ ഫീമെയിൽ ജെൻഡർ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഹെൽത്ത് അല്ലെ, ഒരു വ്യക്തിയുടെ ഹെൽത്ത് കണ്ടീഷൻ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മൈഗ്രേഷനെ സ്വാധീനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ഹെൽത്താണ്. ദെൻ പേഴ്സണാലിറ്റി. ഓക്കെ, പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, കൾച്ചറൽ സ്റ്റാൻഡ് ആ ഒരു പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെങ്കിൽ ശരിയാവും എന്നുള്ളൊരു തോന്നലുകളും ഈ ഒരു മൈഗ്രേഷനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്താണ് മൊബിലിറ്റി ട്രാൻസിഷൻ മോഡൽ. 1971 വിൽബർ സെലിൻസ്കി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ദ ഹൈപ്പോത്തിസിസ് ഓഫ് ദ മൊബിലിറ്റി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഇതിലാണ് ഈ ഒരു ജോഗ്രഫിക്കൽ റിവ്യൂ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊബിലിറ്റി ട്രാൻസിഷൻ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡൽ ഉണ്ടല്ലോ, ആ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഇത്തരത്തിലുള്ള മൈഗ്രേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. സ്റ്റേജ് 1 അങ്ങനെ 5 സ്റ്റേജസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 സ്റ്റേജസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ മോഡേൺ ഓർ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ പ്രീ മോഡേൺ ഓർ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ വെരി ലിറ്റിൽ മൈഗ്രേഷനേ ഉള്ളൂ. ഓക്കെ, മൈഗ്രേഷൻ വളരെ കുറവായിരിക്കും. ഇനി പോകുന്നത് തന്നെ വളരെ ലോക്കൽ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നൊമാഡിസം ഒക്കെ അതിനുള്ളൊരു എക്സാമ്പിളാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേജിൽ ഏർലി ട്രാൻസ്ലേഷണൽ സൊസൈറ്റിയാണ്. അപ്പോൾ കുറച്ചുകൂടെ ട്രഡീഷണൽ സൊസൈറ്റിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് വന്നൊരു സൊസൈറ്റിയാണ് സ്റ്റേജ് 2 ഇത് റൂറൽ ഏരിയയിൽ നിന്നും അർബൺ ഏരിയയിലേക്കായിരിക്കും ഇവരുടെ മൈഗ്രേഷൻ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റേജ് 3 ആണ്. ലേറ്റ് ട്രാൻസിഷണൽ സൊസൈറ്റിയാണ്. ഒരു ഇന്റർ റീജിയണൽ മൈഗ്രേഷൻ ഇവിടെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അർബണൈസേഷനൊക്കെ വളരെയധികം സ്ട്രോങ് ആയി. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ആണ് ഇവിടെയുള്ള ഇത്തരം ആളുകളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ആണ്. സോ ലേബർ ആയിരിക്കും പ്രധാനമായിട്ടും, ലേബർ ഫോഴ്സ് ആണ് പ്രധാനമായിട്ടും ഈ മൈഗ്രേഷൻ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. ദെൻ സ്റ്റേജ് 4 കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഇവിടെ എന്തുണ്ട്, ഇൻ്റർനാഷണൽ ഇമിഗ്രേഷൻ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. സ്റ്റേജ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലേറ്ററി മൈഗ്രേഷനാണ്. സർക്കുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർലി ഓർ റിപ്പീറ്റഡ്ലി 2 സ്ഥലങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതാണ്. ഡെയിലി മൂവ്മെൻ്റ് ആണ് ഈ ഒരു സർക്കുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. സൂപ്പർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ലക്ഷണമാണ് ഈ സർക്കുലേറ്ററി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കാരണം ഡിസ്റ്റൻസ് എത്ര കൂടുതലുണ്ടെങ്കിലും അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വളരെയധികം എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൈഗ്രേഷൻ പോസിബിൾ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പോൾ നമ്മൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത് മൈഗ്രേഷൻ്റെ തിയറീസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പല തിയറീസും നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പോപ്പുലേഷനിൽ നെറ്റ് വരെ സ്കോർ ചെയ്യാനുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജനറൽ ആയിട്ടുള്ള അപ്പോൾ പോപ്പുലേഷൻ തിയറീസ് വളരെ വലിയൊരു മേഖലയാണ്. ആ മേഖലയിൽ നിന്നും എവിടെ നിന്നാണ് ചോദ്യം വരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പാറ്റേണിൻ്റെ ഒരു അനാലിസിസും കഴിഞ്ഞ വട്ടം ചോദിച്ചിരുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പം ഇതൊക്കെയാണ്, അതായത് നമ്മൾ ഈ ഒരു സിലബസുകൾ കാണാപ്പാഠം പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് നിരന്തരമായ പത്രവായനയും അതുപോലെ തന്നെ ഗ്ലോബലി ആൻഡ് ഇന്ത്യ, ഓക്കെ, നാഷണലി എന്താണ്, ഗ്ലോബലി ആൻഡ് നാഷണലി എന്താണ് നടക്കുന്നത്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനാസ് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമാണ് വളരെ നന്നായിട്ട് നമുക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുക. ഓക്കെ, അപ്പം ചുരുക്കത്തിൽ പോപ്പുലേഷൻ ജോഗ്രഫി എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ചേഞ്ചസ് ഈസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. ഓക്കെ, മാറ്റങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. സോ നമ്മളും അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്വാളിഫൈ ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.